താൻ തന്നെ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ളത് അഗ്നിക്ക് നിർബന്ധമായിരുന്നു. ജാനകിയോട് യാത്ര പറഞ്ഞവൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കുളിച്ച മിത്ര താഴേക്ക് പോയി. അവൾക്ക് വേണ്ടി ജാനകി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരുന്നു. മിത്രയെ കഴിക്കാനിരുത്തി ഒപ്പം ജാനകിയും ഇരുന്നു. മോളെ, ഇന്നലെ എന്തോ ശബ്ദം കേട്ട് ബാൽക്കണിയിലേക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഉണർന്നത് രാവിലെയാണ്. ദേവന്റെ കൂടെ മോളെ കാണുന്നത് വരെ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം പറയുന്നതിനോടൊപ്പം വിതുമ്പി പോയിരുന്നു ജാനകി. അമ്മേ, അവരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ആ കൈകൾ കവർന്നിരുന്നു മിത്ര. കുട്ടികളില്ലാത്ത ഭർത്താവ് നഷ്ടപ്പെട്ട എനിക്ക് ദേവനും മോളും കണ്ണനും രോഹനും ഒക്കെയല്ലേ ഉള്ളൂ. ജാനകിയുടെ കണ്ണുനീർ മിത്രയെ കൂടി സങ്കടത്തിലാഴ്ത്തി. മിത്രയുടെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ തോന്നിയില്ല. ജാനകി അവളെ നിർബന്ധിപ്പിച്ചാണ് കഴിച്ചത്. പെട്ടെന്ന് വീടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നതും അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും മിത്രയുടെ കണ്ണുകൾ വിടർന്നു. മീര മിത്രയെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ജാനകി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. മിത്ര മീരയെ കൂട്ടി അവളുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയതും മീരയുടെ മാറിലേക്ക് ചാഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ ഒരു പേമാരി പോലെ ഒഴുക്കി വിട്ടു മിത്ര. കാര്യം മനസ്സിലായില്ലെങ്കിലും അവളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് തോളിൽ തട്ടിക്കൊടുത്തു മീര. മിത്ര, എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? മിത്ര മീരയോട് തലേന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു മീര. കാരണം മിത്രയിൽ നിന്ന് താൻ അറിയുന്ന ഗിരി അത്രത്തോളം ആത്മാർത്ഥ ഉള്ളവനും സത്യസന്ധനുമായിരുന്നു. എന്നിട്ട് ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അയാളെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എങ്ങനെ തോന്നി അയാൾക്ക്? മീരയിൽ ആ സമയം ഗിരിയോട് നിറഞ്ഞു നിന്നത് വെറുപ്പ് മാത്രമായിരുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന മിത്രയെ അവൾ എഴുന്നേൽപ്പിച്ചു. പോട്ടെ മിത്ര, നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം മീര പറഞ്ഞു. എൻ്റെ ഈ അവസ്ഥയാണ് മീര രക്ഷപ്പെടാനെന്ന് നീ പറയുന്നത്? തൻ്റെ ഉദരത്തിലേക്ക് കൈവച്ചുകൊണ്ട് മിത്ര ചോദിച്ചു. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ മിത്ര അത് പറഞ്ഞതും മീരയ്ക്കും അത് സങ്കടമുണ്ടാക്കി. മിത്ര, ദൈവം ചില സമയത്ത് നമുക്ക് തിരിച്ചറിവ് തരും. നമ്മളത് ഉൾക്കൊള്ളണം. ഇത്രയും ദിവസം ഗിരിയെ ഓർത്ത് നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറ്റബോധം ഇപ്പോൾ അവസാനിച്ചില്ലേ? നിൻ്റെ വളരെ ചെറിയ പ്രായമാണ്. അതാർക്കും സന്തോഷമില്ലാതെ സ്വയം നിറയിച്ചു തീർക്കാനുള്ളതല്ല. നിനക്കും ഒരു നല്ല ജീവിതം കിട്ടണം. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെയും അമ്മയെയും കിട്ടും. നീ എന്താ പറഞ്ഞു വരുന്നത്? അഗ്നി സാറിനോട് ക്ഷമിച്ചൂടെ മിത്ര നിനക്ക്? നിന്നോട് സാറിന് ഒരുപാട് ഇഷ്ടമുണ്ട്. നീ അത് മതി, എനിക്കൊന്നും കേൾക്കണ്ട. മിത്രയ്ക്ക് ഈ ജന്മം ഒരാണിൻ്റെ തുണ വേണ്ട. പിന്നെ എൻ്റെ കുഞ്ഞ്, അവൻ ജനിക്കുന്നതിന് മുൻപ് ഞാൻ അവനെ വിട്ടു പോയിട്ടുണ്ടാകും. മിത്രയുടെ ആ വാക്കുകൾ മീരയെ ഉലച്ചു. തനിക്കതറിയാമെങ്കിലും ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. മിത്ര, അതേ മീര, എൻ്റെ ദിവസങ്ങൾ എപ്പോഴേ എണ്ണപ്പെട്ടതാണ്. അതിലെനിക്ക് വിഷമമില്ല. പിന്നെ എൻ്റെ കുഞ്ഞ്, അഗ്നി ഇവനൊരു കുറവും വരുത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയുണ്ടല്ലോ, വല്ലപ്പോഴും വന്ന് ഇവനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയതിനു ശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. തൻ്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് മിത്ര മീരയോട് സംസാരിച്ചു. എത്രയൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മിത്രയുടെ കണ്ണു നിറഞ്ഞ് താൻ കണ്ടിട്ടില്ല. കാരണം മിത്ര കരുത്ത പെണ്ണാണ്, തൻ്റെ ഇടമുള്ളവൾ. മിത്ര, മതി, നീ വിഷമിക്കാതിരിക്ക്. തകർന്നിരിക്കുന്ന നിന്നെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. മിത്ര, എന്തു തന്നെയായാലും നിന്നോടൊരു കാര്യം പറയാം. നിന്നെ അഗ്നി സാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരം പുലർന്ന ഉടനെ എന്നെ വിളിച്ച് ഉടനെ നിൻ്റെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞത്. മിത്ര മീരയെ തലയുയർത്തി നോക്കിയതും അവൾ തുടർന്നു. നിനക്കിപ്പോൾ എൻ്റെ സാമീപ്യമാണ് ആവശ്യമെന്ന് സാറിനറിയാം മിത്ര. ഇപ്പം നിൻ്റെ മുൻപിൽ നിൽക്കുന്ന അഗ്നിക്കിപ്പോൾ ദേവൻ്റെ മനസ്സാണ്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. മിത്ര എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അങ്ങോട്ട് ജാനകി ജ്യൂസുമായി വന്നു. അഗ്നിവർമ്മയുടെ മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് മിത്രയെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ ക്യാബിൻ ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന അഗ്നിയെ കണ്ടതും ബഹുമാനപൂർവ്വം ഡോക്ടർ എഴുന്നേറ്റ് നിന്നു. സർ, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. അതിന് ഞാൻ ഡോക്ടറെ കാണാൻ വന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ MD ആയിട്ടല്ല, മിത്രയുടെ ഭർത്താവായിട്ടാണ്. എൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും ആരോഗ്യനില അന്വേഷിച്ചറിയേണ്ടത് എൻ്റെ കടമയല്ലേ? അത് പറഞ്ഞുകൊണ്ട് അഗ്നി ചെയറിലേക്കിരുന്നു. ഡോക്ടർ മിത്രയോട് സംസാരിച്ചത് തന്നെ അഗ്നിയോടും സംസാരിച്ചു. മാഡത്തിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ.
മിത്രയും കുഞ്ഞു രണ്ടുപേരെയും എനിക്ക് നഷ്ടപ്പെടും എന്നാണോ? അത് സർ, എല്ലാത്തിനേക്കാളും വലിയൊരു ശക്തി മുകളിലുണ്ടല്ലോ, അതിൽ വിശ്വസിക്കാം. അതിന് ഡോക്ടറിനെ നോക്കി ഒന്ന് പുച്ഛച്ചിരി ചിരിച്ചു അഗ്നി. എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. എത്ര പണം മുടക്കാനും ഏത് രാജ്യത്തെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണ്. പക്ഷേ മിത്രയെയും കുഞ്ഞിനെയും എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ കിട്ടണം. സർ, എനിക്കൊന്നും കേൾക്കണ്ട. അധികം സംസാരത്തിന് നിൽക്കാതെ അഗ്നി എഴുന്നേറ്റ് പോയി. വർമ്മയെ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലേക്ക് മടങ്ങി. ഇതുവരെ തനിക്ക് അന്യമായിരുന്ന മകൻ്റെ സ്നേഹവും പരിചരണവും ആസ്വദിക്കുകയായിരുന്നു ആ അച്ഛൻ. വർമ്മയുമായി അഗ്നിയുടെ കാറ് തറവാട്ടിലേക്ക് കയറി. വർമ്മയെ കാത്ത് ജാനകിയും മിത്രയും മീരയും പുറത്തു തന്നെ നിൽപ്പുണ്ട്. അഗ്നി പതിയെ വർമ്മയെ കാറിൽ നിന്നും കൈപിടിച്ച് മുറിക്കകത്തേക്ക് കയറ്റി സാവധാനം ബെഡിലേക്ക് കിടത്തി. അന്നത്തെ ദിവസം മുഴുവൻ അഗ്നി അയാൾക്കൊപ്പം ചിലവഴിച്ചു. ഭക്ഷണം വാരിക്കൊടുത്തും തമാശ പറഞ്ഞും ചിരിച്ചും നടക്കുന്ന അഗ്നി മറ്റുള്ളവർക്കൊരു അത്ഭുതമായി മാറി. അവൻ്റെ ഈ മുഖം എല്ലാവർക്കും പുതിയതായിരുന്നു. മീരയാണെങ്കിൽ കണ്ണിപ്പോൾ പുറത്തു വരുമെന്ന നിലയിലാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി. അവരെ സ്നേഹത്തോടെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ. ഇനി ഒരാഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൂടി പറ ആൻറ്റി, നമുക്ക് നടത്തിയെടുക്കാം. അത് നടക്കണമെങ്കിൽ എൻ്റെ മോള് മനസ്സ് വയ്ക്കണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോയി. മിത്ര സമയം പോയതറിഞ്ഞില്ല. ഞാൻ പോവട്ടെ, ഇനി നിന്നാൽ ശരിയാവില്ല. പോകുന്നതിന് മുൻപ് വർമ്മ സാറിനെ ഒന്ന് കാണണം. നീ കൂടിയൊന്ന് എൻ്റെ കൂടെ വരണം മിത്ര. ഒപ്പം അകത്തേക്ക് പോകാൻ മടിച്ചെന്ന് മിത്രയെ മീര നിർബന്ധിച്ചു കൊണ്ടുപോയി. അകത്തേക്ക് കയറിയതും അവർ കാണുന്നത് വർമ്മയോട് വാതോരാതെ സംസാരിക്കുന്ന അഗ്നിയെയാണ്. ചിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന നുണക്കുഴിയിലേക്ക് ഒരുതരം പ്രത്യേക ഭാവത്തോടെ നോക്കി നിന്നു മിത്ര. മീരയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. എൻ്റെ ഭഗവതി, ഇയാൾക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു. ഇത്രയും കാലം തീറ്റ കിട്ടാണ്ട് പട്ടിണിയായിരുന്ന എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുമ്പിലൂടെ ബിരിയാണി വെച്ച ഫീല്. എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്നത്? അകത്തേക്ക് കയറുന്നില്ലേ? സംശയിച്ചു നിൽക്കുന്ന മിത്രയെയും മീരയെയും നോക്കിക്കൊണ്ട് വർമ്മ പറഞ്ഞു. ഇപ്പം മടിച്ചിട്ടാണെങ്കിലും മീരയോടൊപ്പം മിത്രയും അകത്തേക്ക് കയറി. അവരെ കണ്ടതും അഗ്നി വീണ്ടും തൻ്റെ പഴയ ഗൗരവ മുഖത്തെടുത്തണിഞ്ഞു മാറി നിന്നു. മീര വർമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, സർ, ഞാൻ ഇറങ്ങുവാണ്, പിന്നെ വരാം. അനിയൻകുട്ടൻ പറഞ്ഞതല്ലേ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുമോളെ. മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് ജാനകി പറഞ്ഞു. മീര പുറത്തേക്ക് ഇറങ്ങിയതും ജാനകിയും മിത്രയും അവൾക്കൊപ്പം നടന്നു. മിത്രമോളെന്ന് അവിടെ നിൽക്കുവോ? വർമ്മയുടെ ശബ്ദം കേട്ടതും ജാനകിയും മീരയും അവിടെ നിന്നു. എനിക്ക് മിത്രമോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മിത്രമുറിയുടെ അകത്തേക്ക് കയറിയതും ആകാംക്ഷയോടെ അഗ്നി വർമ്മയെ നോക്കിക്കൊണ്ട് നിന്നു. അഗ്നി, നിനക്ക് പുറത്തു പോകാം, എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കണം. പെട്ടെന്നുള്ള വർമ്മയുടെ സംസാരം കേട്ടതും അഗ്നി പുറത്തേക്ക് പോയി. മിത്ര പതിയെ വർമ്മയുടെ അടുത്ത് പോയി. മോളോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് മാപ്പാണ്. അഗ്നി ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. അതിന് ഞാനാണ് കാരണക്കാരൻ. എൻ്റെ കുട്ടി അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല അവൻ ചെയ്തത് എന്ന് എനിക്കറിയാം. എങ്കിലും പെട്ടെന്ന് വർമ്മയുടെ കൈ അവളെ കവർന്നു. വേണ്ട, എന്നോട് ഒരുപാട് പ്രാവശ്യം മാപ്പ് ചോദിച്ചതല്ലേ. ഇനി വേണ്ട. എപ്പോഴൊക്കെയോ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. പിന്നെ വെറുപ്പോ ദേഷ്യമോ ഒന്നും എന്നിലിപ്പോൾ ഇല്ല. ശപിക്കില്ല ഞാൻ ഒരിക്കലും. അത് കേട്ടതും വർമ്മയിൽ തെല്ലൊരു ആശ്വാസം നിറഞ്ഞു. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ആഗ്രഹമാണ് മോള് സാധിച്ചു തരണം. ഒരു മകളുടെ സ്ഥാനം എനിക്ക് സാറ് തന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന എന്തും ഞാൻ സാധിച്ചു തരും. ഞാൻ മോളോട് ചോദിക്കുന്നതിൻ്റെ മോനൊരു ജീവിതമാണ്. മോൾക്ക് ക്ഷമിച്ചൂടെ അവനോട്? വർമ്മയുടെ സംസാരം ഇത്രയെ അത്ഭുതപ്പെടുത്തി. ഇതായിരിക്കും തന്നോട് ചോദിക്കാനുണ്ടാവുക എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എനിക്ക് മിത്രയുടെ കൈകളെ കവർന്നു വർമ്മ. എൻ്റെ കുട്ടിക്ക് അവൻ്റെ അമ്മ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷവും സമാധാനവും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ പറ്റിയ വളരെ വലിയ തെറ്റാണ് മോളോട് ചെയ്തത്, എനിക്കറിയാം. എന്നാൽ ആ പഴയ അഗ്നിയല്ല അവൻ. അവനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ശേഷം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് മോൾക്കാണ്. അവനോട് ക്ഷമിച്ചൊന്നിച്ചൊരു ജീവിതം തുടങ്ങിക്കൂടെ? ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. തന്നെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് കേഴുന്ന വൃദ്ധൻ്റെ കണ്ണിലെ യാചന അവളെ തളർത്തി. എങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അവളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. എന്ത് മറുപടി പറയണമെന്നറിയാതെ മിത്ര ഉഴറി. എനിക്ക് പറ്റില്ല എന്ന് മാത്രം പറയരുത്. മിത്രയുടെ വാക്കുകളിൽ പതറച്ച അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു.
അതിനാൽ തന്നെ മിത്രയെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ വർമ്മ പറഞ്ഞു, ഞാൻ മോള് നാളെ കാലത്ത് പറഞ്ഞാൽ മതി, അതുവരെ ആലോചിക്കാം. മറുപടി അനുകൂലമായിരിക്കണം, ഇതെൻ്റെ അപേക്ഷയാണ്. അയാളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നിന്നു മിത്ര. അഗ്നിയോട് തനിക്ക് വെറുപ്പോ വൈരാഗ്യമോ ഇല്ലെങ്കിലും ഒന്നിച്ചൊരു ജീവിതം അതിന് തനിക്ക് സാധിക്കില്ല. ലക്ഷ്മി മരിച്ചതിന് ശേഷം എൻ്റെ അഗ്നി സന്തോഷിച്ചു ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അവൻ്റെ ലോകം മോളാണ്. നിന്നിലേക്ക് മാത്രം അവൻ്റെ ലോകം ചുരുങ്ങിപ്പോയിരിക്കുന്നു. മോൾ അവനോട് ക്ഷമിക്കണം. നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയാൽ അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാകൂ. അച്ഛനും അമ്മയും ഇല്ലാത്ത മോളും അച്ഛനുണ്ടായിട്ടും സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ യോഗമില്ലാത്ത അഗ്നിക്കും ഉണ്ടായ അവസ്ഥ ഈ കുഞ്ഞിനുണ്ടാവരുത്. അതുകൊണ്ട് മോള് നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, ഒരിക്കൽ അവനോട് ക്ഷമിച്ച മോൾക്കതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരില്ല, അത് തീർച്ച. കുറച്ചു സമയം സംസാരിച്ചു നിന്നതിനു ശേഷം മിത്രമുറിയിലേക്ക് പോയി. അപ്പോഴും മനസ്സ് നിറയെ വർമ്മയുടെ വാക്കുകൾ മാത്രമാണ്. മിത്രമുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും അഗ്നി അകത്തേക്ക് കയറി ബെഡിൽ കിടക്കുന്ന വർമ്മയുടെ അടുത്തേക്ക് പോയി. മിത്രയോട് സംസാരിച്ചോ? അവൾ എന്താ പറഞ്ഞത്? ആകാംക്ഷയോടെ തന്നോട് ചോദിക്കുന്ന അഗ്നിയെ നോക്കി വർമ്മ പുഞ്ചിരിച്ചു. നാളെ രാവിലെ അവൾ നിനക്കുള്ള മറുപടി തരും. അത് കേട്ടതും അഗ്നിയുടെ മുഖം വാടി. ഇന്ന് തന്നെ അവളിൽ നിന്നൊരു അനുകൂല മറുപടി പ്രതീക്ഷിച്ചിരുന്നു അഗ്നി. അവളെ നിനക്ക് വിധിച്ചതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടിയിരിക്കും. അഗ്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് വർമ്മ പറഞ്ഞു. വർമ്മയുടെ വാക്കുകൾ അവനിൽ കൂടുതൽ പ്രതീക്ഷ നിറച്ചു. നാളത്തെ പുലരി തനിക്ക് സന്തോഷങ്ങൾ തരുമെന്ന പ്രതീക്ഷയിൽ അഗ്നി വർമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങി. എന്നാൽ മിത്രയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വർമ്മയുടെ വാക്കുകളായിരുന്നു ആ മനസ്സ് നിറയെ. പക്ഷേ തനിക്ക് സാധിക്കുമോ അയാളോട് കൂടെ ഒരു ജീവിതം? വെറുപ്പോ ദേഷ്യമോ ഇല്ല, അത് സത്യമാണ്. മിത്രയുടെ മനസ്സൊരു ഉത്തരം തരാൻ തയ്യാറാകാത്തതുപോലെ തോന്നി അവൾക്ക്. തൻ്റെ അച്ഛൻ്റെ മരണത്തിനു ശേഷം തനിക്കിതുവരെ കിട്ടാത്ത സംരക്ഷണം നൽകിയത് അഗ്നിയാണ്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് അഗ്നിയാണ്. എന്നാൽ ഒരു പെണ്ണിനു മറക്കാനും പൊറുക്കാനും കഴിയാത്ത വേദന സമ്മാനിച്ചതും അയാളാണ്. എന്നാൽ ആ അച്ഛൻ്റെ ആഗ്രഹം എത്രയൊക്കെ ശ്രമിച്ചിട്ടും തനിക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്നത്തെ രാത്രി നിദ്രാദേവി മിത്രയെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ നാളെ തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാതെ അഗ്നിയും മിത്രയും ആ രാത്രി കടന്നുപോയി. മിത്രയുടെ മനസ്സ് നിറയെ വർമ്മയുടെ വാക്കുകളായിരുന്നു. തൻ്റെ മകൻ്റെ ഭാവി ഓർത്ത് വേവലാതിപ്പെടുന്ന ആ പിതാവായിരുന്നു മിത്രയുടെ മനസ്സ് നിറയെ. അവസാനം വർമ്മയോട് തൻ്റെ ഭാഗം വിശദീകരിച്ചു പറഞ്ഞ് മനസ്സിലാക്കാം എന്ന കണക്ക് കൂട്ടലിൽ മിത്ര ഉറക്കത്തെ പുൽകി. പുലർച്ചെപ്പോഴാണ് മിത്ര ഉണർന്നത്. ഒരുവിധം തൻ്റെ കണ്ണു തുറന്നുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കിയ മിത്ര ഞെട്ടിപ്പോയി. 10 മണി. ഇത്ര നേരം ഉറങ്ങിയോ എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. ജാനകിയാണ് മിത്ര എഴുന്നേൽപ്പിക്കാൻ ഇന്ന് എന്തു പറ്റി? ഇന്നമ്മയുടെ പതിവ് കാപ്പി കിട്ടിയില്ല. അത് ചിന്തിച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്ന മിത്ര പതിയെ താഴേക്കിറങ്ങി. പതിവിന് വിപരീതമായി ഇന്ന് വീട് ശാന്തമാണ്. ചെറിയ അടക്കി പിടിച്ചുള്ള സംസാരവും തേങ്ങലുകളും കേൾക്കാം. എന്താ പറ്റിയത്? ചിന്തിച്ചുകൊണ്ട് കോണിപ്പടകിൽ ഇറങ്ങിയത് മുന്നിലെ കാഴ്ച കണ്ട് മിത്ര തറഞ്ഞു നിന്നു. വീടിനകത്ത് പതിവിന് വിപരീതമായി ആളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലായി ജാനകി ഇരിക്കുന്നു. ഒരു തരം നിർവികാരതയോടെ ഇരിക്കുന്ന അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ചുറ്റും കൂടിയിരിക്കുന്ന സ്ത്രീകൾ അവരെ ആശ്വസിപ്പിക്കുന്നു. പെട്ടെന്ന് മിത്രയുടെ കാതുകളിലേക്ക് ശബ്ദം പതിച്ചത് ആ വീടിൻ്റെ അന്തരീക്ഷം ഒരു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലായതും മിത്രയിൽ ഒരു ഞെട്ടലാണ് ഉണ്ടായത്. അറിയാതെ തന്നെ ഹൃദയത്തിലൊരു വിങ്ങലും ഒരു വല്ലാത്ത നോവും. എന്നാൽ അതാരാണ്? ആ ചോദ്യമാണ് അവളിൽ ഉണർന്നത്. അത് ആരാണെങ്കിലും ഈ വീട്ടിലുള്ളവരാണ് തനിക്ക് സംരക്ഷണവും സ്നേഹവും തന്നത്. അവരുടെ വേദന തൻ്റേത് കൂടെയാണ്. പെട്ടെന്ന് മിത്രയുടെ മനസ്സിലേക്ക് വന്നത് അവൻ്റെ രൂപമാണ്. ഇനി അഗ്നി ഇല്ല. ഉടനെ മിത്രയുടെ മനസ്സ് മറുപടിയും കൊടുത്തു. എങ്കിലും അവൾക്ക് ബോധത്തിലേക്ക് വരാൻ കുറച്ച് സമയമെടുത്തു. വെപ്രാളത്തോടെ ചുറ്റും നോക്കിയത് മുന്നിൽ കണ്ട കാഴ്ചയിൽ മിത്ര തളർന്നുപോയി. വീടിൻ്റെ ഒത്തുനടുക്ക് വെള്ള പുതപ്പിച്ചു കിടത്തിയിരിക്കുന്ന വർമ്മ. കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം അവൾ തിരഞ്ഞത് അവനെയാണ്, അഗ്നിയെ.